നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമ്മുടെ AP അബൂബക്കർ മുസ്ലിയാർ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ വിവിധ വിഷയങ്ങളിൽ അവർ തമ്മിൽ സംസാരിച്ചു. അതിനുശേഷം ഉസ്താദ് പുറത്തു വന്നിട്ട് ഒരു പ്രസ്താവന അങ്ങോട്ട് നടത്തി. ലോകത്തെവിടെ മുസ്ലിങ്ങൾ ജീവിക്കുന്നതിനെക്കാട്ടിലും സന്തോഷമായിട്ടും സുരക്ഷിതമായിട്ടാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നതെന്നാണ് ഉസ്താദ് പറഞ്ഞിരിക്കുന്നത്. നമുക്കും ആ ഒരു ബഹുമാനവും ആദരവും എല്ലാം അദ്ദേഹത്തോട് എന്നും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാണ്. ഉസ്താദ് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രസ്താവനയോട് ഒരു ഇന്ത്യൻ മുസൽമാൻ എന്ന നിലയിൽ എനിക്ക് യോജിക്കാൻ സാധിക്കത്തില്ല. കാരണം ഇന്ന് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP ആയിക്കോട്ടെ, വിവിധ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ ഇവിടെയെല്ലാം പീഡിപ്പിക്കപ്പെടുന്നതും ഇവിടുത്തെ മുസ്ലിം തന്നെയാണ്. അപ്പം മുസ്ലിങ്ങൾ വലിയ തോതിൽ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് പച്ചയായിട്ടുള്ളൊരു സത്യം തന്നെ. ഇതൊന്നും മനസ്സിലാക്കാതെ അല്ല AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന കാന്തപുരം വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മതസംഘടനയുടെ നേതാവ് എന്ന നിലയിൽ ഉസ്താദ് പറഞ്ഞിരിക്കുന്നു. ഉസ്താദ് പറഞ്ഞത് അത് ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു AP അബൂബക്കർ മുസ്ലിയാർ എന്ന് വേണം പറയാൻ. എന്തെമ്പാടുമുള്ള ആളുകൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ മുസൽമാന്റെയും നേതാവാണ് എന്ന് ഇവിടെ ആരും AP അബൂബക്കർ മുസ്ലിയാറിനെ അംഗീകരിച്ചിട്ടില്ല. അതാ ഉസ്താദ് എന്തർത്ഥത്തിലാണ് ഇത് സംസാരിച്ചതെന്നുള്ളത് വരും ദിവസങ്ങളിൽ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം. 35 വർഷമായിട്ട് ഒരു കട നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാവ മുസൽമാൻ, ഒരു വൃദ്ധനായിട്ടുള്ളൊരു മുസൽമാന്റെ കടയിലേക്ക് ഇരച്ചു കയറി വന്ന സംഘപരിവാർ തീവ്രവാദികളുടെ മുന്നിലേക്ക് ഒരു ഹൈന്ദവ സഹോദരൻ, ദീപക് എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരൻ വന്നിട്ട് ഞാൻ മുഹമ്മദ് ദീപക് എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ സംഘപരിവാറിന്റെ ആ പറയപ്പെടുന്ന സഹോദരന്റെ തലയെടുക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ വാഗ്ദാനം ചെയ്യുന്നത്, അതും നിയമപാലകരുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് വേണ്ടി വാഗ്ദാനം ചെയ്തത്. കാരണം ഒരു മുസൽമാനെ രക്ഷിക്കാൻ വന്നതിന്റെ പേരിലാണ് ആ ഒരു ഹൈന്ദവ സഹോദരന് ഇത്തരത്തിലുള്ളൊരു ഭീഷണി വന്നിരിക്കുക. അപ്പൊ ഇതൊന്നും നമ്മുടെ ഗ്രാൻഡ് മുക്തിയായിട്ടുള്ള AP അബൂബക്കർ മുസ്ലിയാർ കാണുന്നില്ലേ? ആ വാർഷികം ആഘോഷിച്ച കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു സംഭവം ഒരു പക്ഷേ ചിലപ്പം നമ്മുടെ ഗ്രാൻഡ് മുക്തി AP അബൂബക്കർ മുസ്ലിയാർ കണ്ടു കാണത്തില്ലായിരിക്കും അല്ലെ? കഴിഞ്ഞ ദിവസം മാടിനെ ഇറക്കുന്ന സമയത്ത് BJPയുടെയും RSSന്റെയും ആ വന്ന സഹോദരങ്ങളെ തല്ലിച്ചതച്ചൊരു വാർത്ത നമ്മൾ കണ്ടു. അപ്പം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ നല്ല സുഖസുന്ദരമായിട്ടാണ് ജീവിക്കുന്നത്. യോഗി ആദിത്യനാഥിന്റെ നാട്ടിൽ ബുൾഡോസർ രാജ് ഉപയോഗിച്ചുകൊണ്ട് എത്ര പാവങ്ങളുടെ കൂരയാണ് ഇടിച്ചു തകർത്തത് ഈ നരാധമന്മാർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ ഈ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതൊന്നും കാണാതെ മറ്റെന്തോ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയാണോ AP അബൂബക്കർ മുസ്ലിയാരെ പോലെ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഈ ഒരു മഹത് വ്യക്തി ഇത് പറഞ്ഞെന്നുള്ളത് ശരിക്കും അത്ഭുതത്തോടുകൂടി മാത്രമാണ് നമുക്കിത്. ഇവിടുത്തെ സംഘപരിവാറിന് വേണ്ടി അവരുടെ ആസനം നക്കി ജീവിക്കുന്ന, അവരുടെ എല്ലാ തോന്നിവാസങ്ങളും വെളുപ്പിക്കുന്ന, നല്ല തന്തയ്ക്കും താത്ത ഒരു പരമ പേരും വെച്ചുകൊണ്ട് അവൻ മറ്റേ ചെകുത്താന്റെ സ്വഭാവം കാണിക്കുന്ന ഒരു വിഭ്രാന്തി പിടിച്ചിട്ടുള്ള ഒരു മരവാണം ഇവ വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളത് കാണാതെ പോകരുത്. കണ്ടിട്ട് ഇതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുക്കണം കേട്ടോ. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുപോയിക്കോളൂ. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മൾ ഈ കാണുന്നത് അതിസുന്ദരമായ ഒരു കാഴ്ചയാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും ശക്തമായ മുസ്ലിം സമുദായ സംഘടനയായിട്ടുള്ള കാന്തപുരം വിഭാഗത്തിന്റെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിയിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ രീതിയിലുള്ള ഭാരതീയ സംസ്കാരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിഥിയെ വളരെ വലിയ രീതിയിൽ സ്വീകരിച്ചിരിക്കുന്നു. മാത്രവുമല്ല 94 വയസ്സുള്ള AP അബൂബക്കർ മുസ്ലിയാരെ ഇരുത്തിയിട്ട് ആ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തോട് വിളിച്ചു പറയുന്നു, നമ്മുടെ സംവിധാനങ്ങൾ, കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഒരു മതത്തിനുമെതിരെയല്ല, എല്ലാവർക്കും ഒപ്പമാണ്, എല്ലാവരെയും ഒരുപോലെയാണ് നോക്കിക്കാണുന്നത് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അജയ്യമായിട്ട് ലോകത്ത് മുന്നോട്ട് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു സുന്ദരമായ കാഴ്ച തന്നെയാ നമ്മൾ ഈ കാണുന്നത്. ഈ പോസ്റ്റ് നരേന്ദ്രമോദി തന്റെ Xല് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയേണ്ടതാ. ഞാൻ അതാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി AP അബൂബക്കർ മുസ്ലിയാരുടെ കൈ പിടിച്ച് അദ്ദേഹത്തിന്റെ അരികിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ പ്രധാനമന്ത്രി തന്റെ Xല് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എത്ര അതായത് എത്രത്തോളമാണ് നമ്മുടെ പ്രധാനമന്ത്രി ഓരോ ആളുകളെയും ചേർത്ത് പിടിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണം തന്നെയല്ലേ നരേന്ദ്രമോദി പോസ്റ്റ് ചെയ്തതിന്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് സാഹബുമായി വളരെ നല്ല ആശയവിനിമയം ഉണ്ടായിരുന്നു. വിവിധ വിഷയങ്ങളിൽ ഞങ്ങൾ അഭിപ്രായങ്ങൾ കൈമാറി. സാമൂഹിക ഐക്യം, സാഹോദര്യം, വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ശ്രദ്ധേയമാണ്.
രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുസ്ലിം സമുദായത്തെ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നത് എന്നല്ലേ നമ്മൾ ഇതിലൂടെ കണ്ടു മനസ്സിലാക്കേണ്ടത്. ഇവിടെ ജിഹാദികളായിട്ടുള്ള സുഡാപ്പികളായിട്ടുള്ള തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ നമ്മുടെ കേന്ദ്ര സർക്കാരിന് എതിരെ സംസാരിക്കേണ്ടതുള്ളൂ. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളും ജിഹാദികൾക്ക് മാത്രമാണ് എതിര്, സുഡാപ്പികൾക്ക് മാത്രമാണ് എതിര്. രാജ്യവിരുദ്ധർക്കാണ്. അത് ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും ഈ രാജ്യവിരുദ്ധരെയാണ് എതിർക്കുന്നത്, ഒരു മതത്തെയുമല്ല. ഒരു മതത്തെയും നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളോ നമ്മുടെ പ്രധാനമന്ത്രിയോ എതിർക്കുന്നില്ല എന്നുള്ളത് ഇതിലൂടെ കേരളം പൊതുസമൂഹം തിരിച്ചറിയണം. വളരെ വ്യക്തമായിട്ട് വളരെ സുന്ദരമായ ഒരു സന്ദേശം. മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ട് നമ്മുടെ ഭാരതത്തിലാണ് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഈ കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാര് തന്റെ ഫേസ്ബുക്കിൽ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്, വിശുദ്ധ റമദാൻ സന്ദേശം അറിയിക്കാൻ കൂടിയാണ് ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. ഇത് യഥാർത്ഥത്തില് കേരളത്തിലെ സകല ജിഹാദികളുടെയും സകല സുഡാപ്പികളുടെയും സകല തീവ്ര ചിന്താഗതിക്കാരുടെയും സകല ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും സകല രാജ്യവിരുദ്ധരുടെയും മണ്ടക്കേറ്റിട്ടുള്ള ഒരു ഒന്നൊന്നര അടിയ MP അബൂബക്കർ മുസ്ലിയാര് കേരള പൊതുസമൂഹത്തോട് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നു, ഒരു പാർട്ടിയോടും ഒരു അകൽച്ചയുമില്ല. ഈ രാജ്യത്തിന്റെ നന്മ ചെയ്യുന്നത് ആരോ അവർക്കൊപ്പം നിലകൊള്ളൂ. കൃത്യമായ ഒരു സന്ദേശം MP അബൂബക്കർ മുസ്ലിയാര് ഈ ഒരു കൂടിക്കാഴ്ചയിലൂടെ നമ്മുടെ കേരളത്തിൽ കൃത്യമായിട്ട് നൽകി കഴിഞ്ഞു. എന്ത് ആക്കും കേരളത്തിലെ ഇടത് വലതോ ഇത്രയും കാലം BJPക്കെതിരെ വർഗീയതയോ അതോ ഇതോ എന്ന് പറഞ്ഞു നടന്ന ആളുകൾ ഇനി എന്ത് ചെയ്യും? ഇവിടെയുള്ള സാധാരണ മുസ്ലിങ്ങളെ പേടിപ്പിക്കലായിരുന്നു സ്ഥിരമായിട്ട് കേരളത്തിലെ UDF LDF ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരൊക്കെ ഇപ്പോ ഇനി എന്ത് ചെയ്യും? മനസ്സിലാവുന്നില്ല. ഇനി എന്ത് ചെയ്യും? മുസ്ലിം സമുദായത്തിലെ കേരളത്തിലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമുദായിക സംഘടനാ നേതാവായിട്ടുള്ള AP അബൂബക്കർ മുസ്ലിയാരാണ് നേരിട്ട് നരേന്ദ്രമോദിയെ കണ്ടിട്ടുള്ളത്. ക്വാർട്ടർ ചാനലിലൊക്കെയുള്ള കുറെ നെറുകെട്ടവന്മാരുണ്ടല്ലോ. എന്നെ നമ്മുടെ കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഒന്ന് ആദരിച്ച സമയത്ത്, എനിക്കൊരു പൊന്നാട അണിയിച്ചൊന്ന് ആദരിച്ച സമയത്ത് എന്തൊക്കെ പുകിലായിരുന്നോ. സംഘപരിവാറിന് വേണ്ടി സംസാരിക്കുന്നു, ഈ സംഘപരിവാറിന് വേണ്ടി എന്തേ AP അബൂബക്കർ മുസ്ലിയാരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കൈപിടിച്ച് ചേർത്ത് പിടിച്ചിരിക്കുന്നു. എന്തേ ധൈര്യം ഉണ്ടോ സംഘപരിവാറിന് വേണ്ടി കാന്തപുരം പ്രധാനമന്ത്രിയെ കണ്ടു എന്ന് പറയാൻ? ഉളുപ്പ് വേണം. റിപ്പോർട്ടറോടാ പറയുന്നത്, ലേശം ഒരു ഉളുപ്പ് വേണോ? ഇവിടെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നവരെ ഈ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ചേർത്ത് പിടിക്കും. അതിന് ആരായാലും രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കും. AP അബൂബക്കർ മുസ്ലിയാര് ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയതോട് കൂടിയിട്ട് കേരളത്തിലെ മുസ്ലിങ്ങള് കൃത്യമായിട്ട് ഞാൻ ഈ രാജ്യത്തിനെ എതിർക്കുന്നവരെയോ ജിഹാദികളെയോ സുഡാപ്പികളെയോ തീവ്ര ചിന്താഗതിക്കാരെയോ ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ചല്ല പറയുന്നത്. ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകല മുസ്ലിങ്ങളും കൃത്യമായിട്ട് സുന്ദരമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കുന്നു, നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലാണ് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനത്തിലും സൗകര്യങ്ങളിലും സുരക്ഷയിലും മുന്നോട്ട് പോകുന്നത് എന്ന് MP അബൂബക്കർ മുസ്ലിയാര് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടത് ഈ ലോകത്തുള്ള ജിഹാദികളായിട്ടുള്ള എല്ലാ മുസ്ലിങ്ങളുടെ തലമണ്ടക്കേറ്റിട്ടുള്ള അടിയാണെന്നാണ് ഈ മാനുഫാക്ചറിങ് ഡിഫക്ട്സ് സംഭവിച്ചിട്ടുള്ള ഈ പരമ ഊള വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ കുരയ്ക്കുന്നത്. ഇവന് ഗവർണർ മറ്റേ സംഘപരിവാറിന്റെ കോണകം താങ്ങി നടക്കുന്നതിന് ഒരു പാരിതോഷികമൊക്കെ കൊടുത്തായിരുന്നു. ഞാൻ പറഞ്ഞടാ, നാണവും മാനവും ഉളുപ്പുണ്ട, നീ ആണാണോടാ, നീ നല്ലൊരു ആൺകുട്ടി ആണെന്നുണ്ടെങ്കിൽ നീ ആ മുഹമ്മദ് ദീപക് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഈ തീവ്രവാദികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് മുഹമ്മദ് ദീപക് എന്ന് വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് അതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ നട്ടല്ലുണ്ടോ നിനക്ക് ഉണ്ടോ? നീ പറയത്തില്ല. കാരണം എന്താ അറിയാ, നിനക്ക് തരുന്നത് സംഘപരിവാറാണ്. അപ്പൊ സംഘപരിവാറിനെ വെളുപ്പിക്കാൻ വേണ്ടി നീ എല്ലാം കാണി. പിന്നെ AP അബൂബക്കർ മുസ്ലിയാരൻ അദ്ദേഹം ആ ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്, അല്ലാതെ ഇവിടുത്തെ ഇന്ത്യയിലുള്ള സകലമായ മുസ്ലിങ്ങളുടെയും അട്ടിപ്പേർ അവകാശം ഏറ്റിട്ടുള്ള ആളൊന്നും അല്ല. അദ്ദേഹത്തിന്റെ സംഘടനാപരമായി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒരു പക്ഷേ ചിലപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിനെയോ അല്ലെങ്കിൽ ലോകത്തുള്ള പല നേതാക്കന്മാരെയും അദ്ദേഹം പോയി അദ്ദേഹത്തെ വസതികളിൽ കാണാറുണ്ട്. പിന്നെ സംഘപരിവാറിന് ഇതൊക്കെ എന്തെങ്കിലും ഒരു പ്രചോദനമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ ഞങ്ങളുടെ കൂടെ ചേരാൻ പോകുന്നു എന്നൊക്കെ ഉള്ള ഒരു സന്ദേശം നിനക്ക് ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ അങ്ങോട്ട് അറിയിക്കണമെന്നുണ്ടെങ്കിൽ നീ അങ്ങോട്ട് ഇരുന്നോണ്ട് കുരച്ചോടാ. എനിക്ക് വേറൊന്നും പറയാൻ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി ഇവിടുത്തെ മറ്റ് ഇതര മുസ്ലിം സംഘടനകൾ തന്നെ കൊടുത്തു. കാരണം അവരുടെ മൗനം തന്നെയാണ് ഇതിനുള്ളൊരു മറുപടി. കാരണം ഉസ്താദ് പറഞ്ഞത് ഉസ്താദിന്റെ അഭിപ്രായം മാത്രമാണ്, അല്ലാതെ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ മൊത്തത്തിലുള്ള അഭിപ്രായമൊന്നും അല്ല. അതുകൊണ്ട് നീ വല്ലാണ്ട് കിടന്നങ്ങോട്ട് കുരച്ച് നിന്റെ ഞരമ്പ് പൊട്ടിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഞരമ്പിന് ഉറപ്പുണ്ടെങ്കിൽ ഇനിയും സംഘപരിവാറിന്റെ അപ്പി നുണങ്ങി നിനക്ക് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. രാജ്യത്ത് മുഹമ്മദ് ദീപക്കിനെ പോലുള്ള ആളുകളെ കൊല്ലാൻ നടക്കുന്ന സംഘപരിവാറിന്
ആശയങ്ങളോടാണോ നമ്മുടെ AP അബൂബക്കർ മുസ്ലിയാർ ഐക്യപ്പെടാൻ പോകുന്നത് എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് അറിയിച്ചാൽ കൊള്ളാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതൊരു എല്ലാവർക്കും ബൈ.